ബി.ജെ.പി. ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യാനികൾ വ്യാപകമായി ആക്രമിക്കപ്പെടുന്നുവെന്ന് റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നു. ഉത്തർപ്രദേശിലും ഛത്തീസ്ഗഡിലുമാണ് ആക്രമണങ്ങളുടെ ഭൂരിഭാഗവും. ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യയുടെ റിലീജിയസ് ലിബർട്ടി കമ്മീഷനാണ് 2025 ജനുവരി മുതൽ ജൂലൈ വരെയുള്ള ആക്രമണങ്ങളുടെ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ കാലയളവിൽ ക്രിസ്ത്യാനികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള 334 ആക്രമണങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മതനിരപേക്ഷതയും വ്യക്തി സ്വാതന്ത്ര്യവും ഒരുപോലെ ആക്രമണത്തിനിരയാവുകയാണ്. പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടവർ, ഭരണഘടനയുടെ സംരക്ഷകരാകേണ്ടവർ ഹിന്ദുത്വ രാജ്യം കെട്ടിപ്പടുക്കാനുള്ള വ്യഗ്രതയിൽ വേട്ടക്കാർക്ക് പരസ്യ പിന്തുണ നൽകുന്നു. ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി ഒരു കൈയിൽ ബൈബിളും മറുകൈയിൽ ഭരണഘടനയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് തെരുവിലിറങ്ങേണ്ടി വരുന്നു. ആക്രമണങ്ങളുടെ 54% ഉത്തർപ്രദേശിലും ഛത്തീസ്ഗഡിലുമാണ് എന്നാണ് റിപ്പോർട്ട്. ഉത്തർപ്രദേശിലാകെ 94, ഛത്തീസ്ഗഡിൽ 86 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മധ്യപ്രദേശിൽ 22, ബീഹാറിലും കർണാടകയിലും 17, രാജസ്ഥാനിലും ഹരിയാനയിലും 15 എന്നിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ കണക്കുകൾ. ശവസംസ്കാരം നടത്തുന്നതിൽ നിന്ന് പോലും ക്രിസ്ത്യാനികളെ തടയുന്നുണ്ട് തീവ്ര ഹിന്ദുത്വവാദികൾ. ഇതിൽ 92% ഛത്തീസ്ഗഡിലാണ്. ആരാധനാലയങ്ങൾ ആക്രമിച്ച്, പ്രാർത്ഥനകൾ അലങ്കോലപ്പെടുത്തി, പള്ളികൾ തകർത്ത് തുടങ്ങി ആക്രമണങ്ങളുടെ നീണ്ട ലിസ്റ്റ് തന്നെ റിപ്പോർട്ട് കാണിക്കുന്നു. ജൂലൈയിൽ 6 പാസ്റ്റർമാരെ ആക്രമികൾ തടവിലാക്കി ആക്രമിച്ചു. പാസ്റ്റർമാരാണെന്ന കാരണം കൊണ്ട് മാത്രം ക്രൂരമായി മർദ്ദിച്ചു. ഈ ക്രൂര പീഡനത്തിന്റെ തെളിവുകളെല്ലാം കാണിച്ചിട്ടും ആക്രമിച്ചവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുമില്ല. പകരം പാസ്റ്റർമാർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. 2023 യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം നടത്തിയ മറ്റൊരു പഠനത്തിൽ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള 734 ആക്രമണങ്ങളായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. 2024 ഇത് 834 വർദ്ധിച്ചു. 2025 മാർച്ചിൽ US കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കൂടുതൽ ശ്രദ്ധിക്കേണ്ട രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ സുരക്ഷിതരല്ല എന്ന് അടിവരയിട്ട് പറയുന്നുണ്ട് വർദ്ധിച്ചു വരുന്ന ഈ ആക്രമണങ്ങൾ. ബജ്രംഗ് ദൾ ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഇന്ധനം നൽകുന്നതും ക്രൈസ്തവരെ ആക്രമിക്കാൻ വടി കൊടുക്കുന്നതും BJP ഭരണകൂടമാണ്. തങ്ങൾ വേട്ടയാടപ്പെടുന്നവരാണ് എന്ന, ഇരകളാണ് എന്ന പ്രാഥമിക ബോധ്യമുണ്ടാകേണ്ടത് വേട്ടക്കാർക്കൊപ്പം ചങ്ങാത്തം കൂടുന്ന ഇടയ ശ്രേഷ്ഠന്മാർക്കാണ്. അല്ലാത്ത പക്ഷം ഈ നെറികേടുകൾ ഇവിടുത്തെ പതിവ് സംഭവമാകും.